വിസ്മയ സഞ്ചാരത്തിൽ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ എന്താണ് അദ്ദേഹത്തെ അതിഥി താരം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, നമ്മളോടൊപ്പം ഉണ്ട്. എല്ലാ യാത്രകളിലും നമ്മുടെ കൂടെയുള്ള മാന്ത്രികനാണ് രാജമൂർത്തി സാർ. നമസ്കാരം. നമസ്കാരം. രാജമൂർത്തി സാറ് ആദ്യം ജ്വല്ലറായിരുന്നു. തിരുവനന്തപുരത്തെ ആദ്യത്തെ ജ്വല്ലറി രാജ ജ്വല്ലറിയുടെ ഓണറായിരുന്നു. അദ്ദേഹം മാജിക്കിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് ജ്വല്ലറി ഒക്കെ ഒഴിവാക്കിയിട്ട് ഫുൾ ടൈം മാജിക്കിലേക്ക് മാറി. സാമ്പത്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ നഷ്ടമാണ്. കാരണം വലിയൊരു ബിസിനസ്സാണ് വിട്ടിട്ട് മാജിക്കിലേക്ക് വരുന്നത്. ഇപ്പൊ കുറേ വർഷമായിട്ട് മാജിക്കിൽ മാത്രമാണ്, പ്രധാന വരുമാന മാർഗവും മാജിക്കാണ്. മാജിക്കിനോടുള്ള ഇഷ്ടം, ഒരുപാട് ശിഷ്യസമ്പത്ത്. ഇപ്പൊ എന്ത് തോന്നുന്നു? നഷ്ടമായിപ്പോയെന്ന് തോന്നുന്നുണ്ടോ സാറിന്? ഇല്ല, ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരിക്കും അത്. ശരി, ബിസിനസ്സിൽ നിന്ന് മാറി. അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ഉണ്ട് അല്ലേ. സംതിങ് കോൾ ഫോളോയിങ് ദ ഹാർട്ട് നമ്മൾ പറയില്ല, അതേപോലെ. പക്ഷേ ഒരുപക്ഷെ ലാഭമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജീവിതം കൊണ്ട്, എന്നുവെച്ചാൽ സമ്പാദ്യം മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബിസിനസ് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ എന്നുള്ളത്. അതല്ല, നമ്മുടെ ജീവിതത്തിനകത്തൊരു ഫുൾഫിൽമെന്റ്, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഒത്തിരി പേര് നമ്മൾ പരിചയപ്പെടാറുണ്ട്. ഇപ്പോൾ ഒരു പ്രായം ചെന്ന് കഴിഞ്ഞിട്ട് എന്നോട് പഠിക്കാനും മാജിക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറച്ച് പേരുണ്ട്. റിട്ടയർ ആയ ആൾക്കാരുണ്ട്. അവർ പറയും കുഞ്ഞിലെ ഭയങ്കര ആഗ്രഹമായിരുന്നു, അന്ന് പറ്റിയില്ല എന്ന് പറയും. അപ്പം ഒരു കലേഷ് കേട്ടിട്ടുണ്ടാവും. ഇത് എല്ലാത്തിനും ഉണ്ട്. ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒത്തിരി പേരുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മുടെ എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. നമുക്കൊരു സ്വതന്ത്രമായിട്ട് ഒരു പക്ഷേ ഒരു ആർട്ടിസ്റ്റായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ എത്ര പേരൻസ് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സത്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യജന്മം കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. അതിലേറെ മഹാഭാഗ്യം അതൊരു ആർട്ടിസ്റ്റായിട്ട് ജീവിക്കാൻ കഴിയുന്നത്. ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിക്കുന്ന ഒരു ഫിലോസഫിയാണത്. ഇതിൻ്റെ സുഖം വേറെയാണ്. എനിക്ക് ഒരുപാട് സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഗുരുനാഥന്മാരിൽ പ്രധാനിയാണ് രാജമൂർത്തി സാറ്. ശരിക്കും മാജിക്കിനോട് ഇത്ര ഇഷ്ടം ഉണ്ടാവാനുള്ളൊരു കാരണം കൂടി മൂർത്തി സാറാണ്. ഈ മാജിക്കിന്റെ എത്തിക്സും അതിൻ്റെ ഒരു മൊറാലിറ്റി, ഈ മാജിക് എന്ന കലയുടെ ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് ഒക്കെ എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകനും കൂടിയാണ് മൂർത്തി സാർ. ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. മൂർത്തി സാറിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത്, അദമ്യമായ ആഗ്രഹത്തോടു കൂടി, വലിയ ആഗ്രഹത്തോടു കൂടി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കും. സാമ്പത്തിക ലാഭം ഒന്നും നോക്കിയിട്ടല്ല. എൻ്റെ അടുത്തുനിന്ന് 5 പൈസ പോലും ഫീസ് വാങ്ങിച്ചിട്ടില്ല. അതിന് പിന്നിലെ ഇപ്പോൾ എത്ര സമയമില്ലെങ്കിൽ പോലും ആൾക്കാരെ സഹായിക്കും. അതിന് പിന്നിലെ എന്താണ് അതിൻ്റെ ഒരു പിന്നെ മനസ്സിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരുപാട് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തോണ്ട് ഇതായിട്ടും തോന്നിയിട്ടുണ്ടോ? ഇല്ലത് കല്ലേഷ്. അതിന് കാരണം ഞാൻ ധാരാളം സമയമുള്ള വ്യക്തി, എനിക്ക് ധാരാളം അതിനപ്പുറത്ത് ഈ പറഞ്ഞ പോലെ ഇത് ഒരിക്കലും ഒരു ബേസിക്കലി ഷോ ബിസിനസ്സിലാണ് നമ്മൾ. എന്ന് വെച്ചാൽ ഈ മാജിക് ഇതൊക്കെ ഒരുതരം ഷോ ബിസിനസ്സാണ്. പക്ഷേ എല്ലാ ഷോയും ഒരു ബിസിനസ് അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സംതിങ് കോൾ പേഴ്സണൽ, നമുക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ വരുന്ന കാര്യങ്ങൾ ഇതിനകത്ത് കലേഷ് പറഞ്ഞാൽ വളരെ സത്യമാണ്. കാരണം ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് ഞാൻ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പെയ്ഡ് വർക്ക്ഷോപ്സാണ്. അതിന് പുറമെ പേഴ്സണലി ചിലർ വരും എന്തെങ്കിലും പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ആദ്യം കുറച്ചും ടൈറ്റ് ആക്കും. വേറൊന്നുമില്ല, അത്രയും ആഗ്രഹമുള്ള ഒരാൾ പഠിച്ചാൽ മതി എന്നുള്ള വിശ്വാസമാണ്. കാരണം ഈ മാജിക്കും എല്ലാ ആർട്ടും അങ്ങനെയാണ്. പ്രത്യേകിച്ച് പാട്ട്, നമ്മൾ എവിടെയെങ്കിലും ഒരു ഗാനമേളയൊക്കെ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസുഖമുള്ളതാണ് ഈ പാട്ടുകാരോട്. ഭയങ്കര ആരാധനയുമാണ് എനിക്കും. സാധാരണഗതിക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും, പാട്ട് കേട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് പാടാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞത്. ആ ഒരു ആഗ്രഹത്തിന്റെ ആയുസ് ചിലപ്പോൾ 24 മണിക്കൂറായിരിക്കും. അത് കഴിയുമ്പോൾ അവരവരുടെ ജോലിയിലോട്ട് പോകും. കുറച്ച് പേര് അത് കഴിയുമ്പോൾ വീണ്ടും അതിനെ ഫോളോ ചെയ്യും. അവരാണ് ഒരുപക്ഷെ വേദിയിൽ ഗായകരായിട്ട് എത്തുന്നത്. മാജിക്കിനകത്തും അതുപോലെ. ഇത് കാണുന്ന സമയത്ത് ഇത് പഠിച്ചാൽ കൊള്ളാം. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാജിക്കിനോടുള്ള പ്രേമമല്ല, ഇത് കാണുമ്പോൾ ആൾക്കാരിൽ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, ആ റിയാക്ഷനെയാണ് പലരും സ്നേഹിക്കുന്നത്. അത് ശരിക്കും ഇറ്റ്സ് ആൻ ആഫ്റ്റർ എഫക്ട്. ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് എന്ന് വെച്ചാൽ, ആസ് എൻ ആർട്ടിസ്റ്റ് യു ഷുഡ് ഫസ്റ്റ് ഫോൾ ഇൻ ലവ് വിത്ത് ദ ആർട്ട് അല്ലേ. നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ട ആ കലേൻ്റെ തന്നെ. അതെ. പിന്നെ അതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അത് എൻജോയ് ചെയ്യുക. അതെ. അപ്പം ഈ മാജിക് പഠിക്കാൻ വരുന്നവർ ശരിക്കും ആത്മാർത്ഥമായിട്ടാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഐ ഡോണ്ട് മൈൻഡ് ടീച്ചിങ്. എനിക്കിഷ്ടമാണ് അത്തരം ആൾക്കാരെ പഠിപ്പിക്കാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ വന്നൊരു ശിഷ്യനാണ് ഞാനും. ഒരുപാട് മൂർത്തി തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഈ മാജിക് പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കാരണം വലിയൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കുടുംബമാണ്.
അപ്പോൾ അത് ഒരാൾ ഒരു കലാകാരനായിട്ട് മാറി അദ്ദേഹത്തിൻ്റെ റൂട്ടിൽ ജീവിക്കുക, പരമ്പരാഗത ബിസിനസ് ഒഴിവാക്കുക. ആ സമയത്ത് അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് ഫാമിലി അല്ല ഞങ്ങൾ, ബേസിക്കലി ബിസിനസ്സാണ്. കലശേഖരൻ സൂചിപ്പിച്ച പോലെ ട്രിവാൻഡ്രത്ത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ്, ഏറ്റവും പഴയ കടകളിൽ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു അച്ഛൻ്റെ. ഓൾമോസ്റ്റ് 48 years, 48 വർഷത്തോളം ഉണ്ടായിരുന്നു. അച്ഛൻ നല്ലൊരു ബിസിനസ്മാനാണ്, വളരെ കളങ്കം മറ്റ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ബിസിനസ്മാനാണ്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു അച്ഛനുമാണ്, വളരെ സപ്പോർട്ടീവാണ്. എന്നുവെച്ചാൽ നമുക്ക് എന്താണ് ആഗ്രഹം എന്നുള്ളത് ഫോളോ ചെയ്യാൻ പറയും, ഒരിക്കലും റെസ്ട്രിക്റ്റ് ചെയ്യില്ല. ഞാൻ ഇന്ന് എൻ്റെ മക്കളെ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല, അത് അച്ഛൻ്റെ കയ്യിൽ പഠിച്ചൊരു പാഠമാണ്. ലെറ്റ് ദം ഫോളോ വാട്ട്, അവർക്ക് എന്താകണമോ അതായിക്കോട്ടെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ട് ഓവർനൈറ്റ് ഡിസിഷൻ ഒന്നും അല്ലായിരുന്നു. എന്നുവെച്ചാൽ ഇന്നോട്ട് ഞാൻ വ്യാപാരം ചെയ്യില്ല, ഇന്നോട്ട് ബിസിനസ് മാജിക്കാണ്, അങ്ങനെയൊന്നുമല്ല. ഇതൊരു മാജിക്ക് വളരെ എന്താ പറയുക, പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരിക്കലും പ്രൊഫഷണൽ ആകുമെന്ന് വിചാരിച്ചതല്ല, ഒരു ഹോബി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ചെറിയ ചെറിയ അവസരങ്ങളൊന്നും ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് ഷോ ചെയ്ത് തുടങ്ങി. ഫ്രീ ആയിട്ട് ഷോ ചെയ്തപ്പോൾ അപകടം വെച്ചാൽ എല്ലാവരും വിളിക്കാൻ ചോദിക്കും. അപ്പോൾ ഈ വെറുതെ എല്ലാവരും വിളിക്കാതിരിക്കാനായിട്ട് ചാർജ് ചെയ്ത് തുടങ്ങി. ആവശ്യക്കാർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത്. പിന്നെ അത് ഒരിക്കലും അതിൻ്റെ ഈ പറഞ്ഞ പോലെ പൈസയുടെ ഒരു മൂല്യം നോക്കിയിട്ടല്ല, അതിനകത്ത് കിട്ടുന്ന ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അതിഭയങ്കരമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അച്ഛൻ വളരെ സപ്പോർട്ട് ചെയ്തു. അച്ഛൻ എപ്പോഴും പറയും എന്നൊക്കെ ഇഷ്ടമുള്ള നീ ചെയ്യുക, അല്ലാതെ വെറുതെ ഒരു 4 ചുവരിനകത്ത് ജീവിച്ച് തീർക്കാനുള്ളതല്ല ഒരു ജന്മം എന്ന് അച്ഛൻ പറയും. ഐ തിങ്ക് ഐ ടുക്ക് ദ റൈറ്റ് ഡിസിഷൻ, ബിക്കോസ് ഇത് കാരണം ഇപ്പോൾ ധാരാളം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ കലേഷിന് വളരെ കുറച്ച് പേർക്ക് അറിയാത്തൊരു സത്യം ഫുഡിയാണ്. അതെ, കലേഷിനെ പോലെ. കാരണം ഈ ഭക്ഷണം കഴിക്കുന്ന അളവ് കുറവാണെങ്കിലും ഭയങ്കര രുചിക്കുന്ന വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ, കലേഷിനെ പോലെ. അപ്പോൾ നമ്മൾ ഒത്തിരി പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിഞ്ഞിടത്തൊരു കാര്യമായിരിക്കും, ഞാനും കലേഷുമായിട്ട് ഒത്തിരി ഫുഡിന് വേണ്ടി മാത്രം ട്രാവൽ ചെയ്തിട്ടുണ്ട്, നല്ല ഫുഡ് ഡെസ്റ്റിനേഷൻസ് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഓരോ മാജിക് യാത്രകളും കഴിയുമ്പോൾ ആ സ്ഥലത്ത് ആ പരിസരത്ത് എവിടെ നല്ല ഫുഡ് കിട്ടുമെന്ന് നോക്കിയാൽ അവിടെയും നമ്മൾ അന്വേഷിക്കും. പാറു, അഞ്ചു, ഹായ്. ഓക്കെ, മാജിക് ഇഷ്ടമാണല്ലോ ഓബിയസ്ലി, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവില്ലല്ലോ അല്ലേ? ലോകത്തെ ഏറ്റവും വേഗത കൂടിയ മാജിക് കണ്ടിട്ടുണ്ടോ? ഇല്ല. ലോകത്തെ ഏറ്റവും വേഗത കൂടിയ മാജിക് കാണണോ? ഒന്നുകൂടി കാണുന്നോ? അല്ലത് കഴിഞ്ഞു, അത്രയും ഫാസ്റ്റ് ആയിരുന്നു, വെറുതെ പറഞ്ഞാൽ. ഡോണ്ട് വറി. ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാമോ? കൈ എന്താ കീപ് യു ഹാൻഡ് വാച്ച്. അവിടെ ഇറ്റ്സ് എം ടി, റൈറ്റ്? ഇവിടെ എം ടി ആണ്, ഇവിടെ എം ടി ആണ്. ബട്ട് വാച്ച് വാട്ട് ഹാപ്പൻസ് ഇസ് എ ടാപ്പ് ലൈക്ക് ദാറ്റ്, ഐ ഗെറ്റ് എ ബോൾ. ഓക്കെ, കയ്യിൽ വെച്ച് നോക്കിയാൽ അതൊരു ഒരു മാജിക് സ്ക്വീഷി ബോൾ അല്ലേ? അതൊരു കാര്യം ചെയ്യാമോ? പാറുവും അഞ്ചും രണ്ടുപേരും ചെയ്യേണ്ട ഒരു കാര്യം, watch very closely. Okay? ഇതിൽ ഒന്നുകൂടെ ടാപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ squeeze it, disappears. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഒന്നുകൂടെ കാണണോ? അപ്പോൾ വീണ്ടും പോക്കറ്റിൽ നിന്ന് എടുക്കണം, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇങ്ങോട്ട് പോയത് കണ്ടില്ലല്ലോ? അതിനാണ് പറയുന്നത് മാജിക്കിൽ എപ്പോഴും കൈകൾക്ക് കണ്ണിനേക്കാൾ വേഗത കൂടുതലാണെന്ന് പറയും. ഓക്കെ, പക്ഷേ എടുത്തു പറയുകയാണെങ്കിൽ ഒരു കാര്യം, ശരിക്കും മാജിക്കിനകത്ത് ഏറ്റവും വലുത് വിശ്വാസമാണ്. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഈ ഒരു വിരല്, ഇത് വെറുതെ ഒരു വിരലല്ല, ഒരു കത്തിയാണെന്ന് വിചാരിക്കാന്നുണ്ടെങ്കിൽ പവർ കയ്യിൽ നിന്ന് കാണിക്കാം. വാച്ച്, പവറിൻ്റെ കയ്യിൽ ഒരു ബോളിങ്ങനെ വെച്ചു, ഇത് ഒരു കത്തിയാണെന്ന് വിചാരിക്കാൻ, ശരിക്കും ആത്മാർത്ഥമായിട്ട് വിചാരിക്കണം കത്തിയാണെന്ന് എങ്കിൽ കയ്യിൽ വെച്ചിട്ട് ശ്രദ്ധിച്ച് നോക്കണേ. ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് വെരി ക്ലോസ്ലി, എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു ബോൾ നേരെ 2 പീസായിട്ട് മാറും. ബോൾ നമ്പർ 1, ബോൾ നമ്പർ, യു ആർ വെരി കറക്റ്റ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാൻ ചെയ്യും, ലൈക്ക് ബോൾ നമ്പർ 1, ബോൾ നമ്പർ 2 ഏതാ വേണ്ടേ? 1 വേണോ 2 വേണോ? ഓക്കെ, കൈ കാണിച്ചു. ഒരു കാര്യം ചെയ്യും, ബോൾ നമ്പർ 1, റൈറ്റ്? ദാറ്റ് മീൻസ് ബോൾ നമ്പർ 2 എൻ്റെ കയ്യിലുണ്ട്, അത് ബോൾ നമ്പർ 1 ഫോർ യു. മുറുകെ പിടിക്കാമോ? ഹോൾഡ് ഓൺ ടൈറ്റ്, കൈയിനെ പിടിച്ചു വെച്ചു. ഓക്കെ, കീപ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ബോൾ നമ്പർ 1 അവിടെയുണ്ട്, ബോൾ നമ്പർ 2 ഇവിടെ ഉണ്ട്, റൈറ്റ്? വാട്ട്സ് 1 ടാപ്പ്, 1 സ്ക്വീസ്, ബോൾ നമ്പർ 1 ഇസ് ഗോൺ, മീൻ ബോൾ നമ്പർ 2 ഇസ് ഗോൺ, റൈറ്റ്? ഇപ്രാവശ്യം നോക്കുകയാണെങ്കിൽ എൻ്റെ പോക്കറ്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവില്ല. ബട്ട് ഇഫ് ഐ ടാപ്പ് യുവർ ഹാൻഡ് ലൈക്ക് ദാറ്റ്, അവിടെ ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ കയ്യിനകത്ത് തുറന്നേ, സ്ലോലി ഓപ്പൺ ഇറ്റ്, there it is. See? All the way from here, right? ഫീൽ ചെയ്തോ? വന്നത് ഫീൽ ചെയ്തോ? ഇല്ലല്ലോ? ഓക്കെ, മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ഫീൽ ദാറ്റ്. ഒരു കാര്യം ചെയ്താൽ ദാറ്റ് വാസ് ഈസി. പിന്നെ ഒരു ബോൾ ഇവിടെ നിന്ന് ചാടി അങ്ങോട്ട് വരുന്ന വെച്ചാൽ ഭയങ്കര ഈസിയാണ്. ഇത് ഏറ്റവും ബുദ്ധിമുട്ടെന്താണെന്നറിയാമോ? തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, കൈ കാണിച്ചു. ഈ 2 ബോളും കൂടി ഒരു കാര്യം ചെയ്യും, അത് ട്രൈ ഇറ്റ് ന്യൂ ഹാൻഡ് ദിസ് ടൈം. കൈ കാണിച്ചു. ഈ 2 ബോളും കൂടി കൈക്ക് ടൈറ്റ് ആയിട്ട് വെച്ചു കേട്ടോ, വെരി ടൈറ്റ്. കീപ് യുവർ ഹാൻഡ് ലൈക്ക് ദാറ്റ്. ഗുഡ്, ലൈക്ക് ദിസ്.
റെഡി? അവിടെ എത്ര ബോൾ ഉണ്ട്? 2, റൈറ്റ്? വൺ ടാപ്പ് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു ബോൾ അവിടെ നേരെ ഇവിടെ വന്നിട്ടുണ്ടാവും. വാച്ച്, ചില സമയം വർക്ക് ചെയ്യില്ല. സംതിങ് വെന്റ് റോങ്. ബട്ട് ലൈക്ക് ഇത് എപ്പോഴും ഇതൊരു മാജിക് ബാൻഡാണ്. എപ്പോഴും ഇത് വെച്ച് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഒരു മാജിക് എന്തായാലും സംഭവിച്ചിട്ടുണ്ടാവും. ശരിക്കും അവിടെ നിന്ന് ഒരു ബോൾ ഇങ്ങോട്ട് എടുക്കാൻ നോക്കി, 2 ബോൾ ഇരുന്ന. ബട്ട് അത് സംഭവിച്ചില്ല അല്ലേ? ഒരു കാര്യം ചെയ്യാമോ? 2 ബോളും കൈക്കകത്ത് ഭദ്രമായിട്ടുണ്ടല്ലോ അല്ലേ? 2 കൈയും ചേർത്തിന് പക്ഷേ ഞാൻ പതിയെ തുറന്നു നോക്കി. എത്രയുണ്ട്? എത്ര? 1, 2 and 3, റൈറ്റ്? ഓക്കെ. ഇപ്പോൾ എന്തായാലും 3 ബോൾ ഉണ്ടല്ലേ? ലെറ്റ്സ് ട്രൈ സംതിങ് ഡിഫറെൻറ്റ്. അവിടെ ശ്രദ്ധിച്ച് നോക്കണേ. ബോൾ നമ്പർ 1, 2 and 3 ഇതിൽ ദേ ആർ ആക്ച്വലി വെരി ഗുഡ് ഫ്രണ്ട്സ്. ഈ 3 ബോൾസും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അത് കാരണം ഇവരെപ്പോഴും ഒരുമിച്ചിരിക്കത്തുള്ളൂ. If you take 1, leave it in the pocket like this, right? If you take ball number 2, leave it in the hand like that. Ball number 3, പോക്കറ്റിനകത്ത് വെക്കാന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയല്ലേ? കയ്യിൽ 1, റൈറ്റ്? ഓക്കെ. 1 എന്ന് പറഞ്ഞു എനിക്കൊരു ചെറിയ സംശയം. ഇതിൽ ഏതാ ഉദ്ദേശം? ഇതിനാണോ ഇതിനാണോ? Let's try this one more time. ഒന്നുകൂടി നോക്കാം. Alright? Watch. Ball number 1 goes all the way to the pocket. Ball number 2 goes all the way to the hand. Ball number 3 goes all the way to the pocket. വളരെ ഫാസ്റ്റ് ആയിരുന്നോ? കൺഫ്യൂഷൻ ആയോ? ഇല്ലല്ലോ? ഓക്കെ, ക്ലിയർ അല്ലേ? പോക്കറ്റിൽ 2 ഇവിടെ. ഓക്കെ, 1 + 2, റൈറ്റ്? 1, 2 and 3. ഓക്കെ. One more time. ഒരിക്കലും one last time. Okay, let's try this one more time. Watch. Ball number 1 goes to the pocket, just like that. Ball number 2 goes to the hand, just like this. Ball number 3 goes to the pocket, just like that. ഇപ്പോൾ പോക്കറ്റിൽ 2, കയ്യിൽ. പക്ഷേ ഇതുകൊണ്ട് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ no, I'm sorry, all gone. And that was a little magic for you. Hope you enjoyed that. Watch this. God, thank you so much. Moreland, see up there. Thank you. ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു. ഈ മാജിക്കിൽ ഈസി ആയിട്ട് പഠിച്ചെടുത്ത് ഈ ഫലപ്രദമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കാവുന്ന പ്രേക്ഷകർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഞാനൊരു മജീഷ്യനായിട്ടല്ല ഞാൻ സാറിനോട് ചോദിക്കുന്നത്. ഒരു ലേമാൻ്റെ ആംഗിൾ, ഒരു സാധാരണക്കാരൻ്റെ ഒരു ആംഗിളിൽ ചോദിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് പഠിച്ചെടുത്ത് ഫലപ്രദമായിട്ട് സ്റ്റേജിൽ കാണിച്ച് കൈയടി വാങ്ങാവുന്ന ഒരുപാട് മാജിക്കുകളുണ്ട്. അതെ. എന്തുകൊണ്ടാണ് ഏറ്റവും റിസ്ക് ഉള്ള മാജിക്കുകൾ അല്ലെങ്കിൽ പിന്നെ ഒരു ഈ കോയിൻ കൊണ്ടും കാർഡ് കൊണ്ടും ഒക്കെ ചെയ്യുന്ന മാജിക്കുകൾ വളരെ റിസ്ക് ആണ് ചെയ്യാനായിട്ട്? അത്രയും പാടുള്ള മാജിക്കുകൾ മാത്രം തിരഞ്ഞെടുക്കുന്ന എന്തിനാണ്? അത്രയും റിസ്ക് എടുക്കുന്ന എന്തിനാണെന്നാണ് എൻ്റെ ചോദ്യം. അല്ല, ഒരു സാധാരണക്കാരൻ്റെ ആംഗിൾ. ഓക്കെ, സാധാരണക്കാരൻ്റെ ആംഗിൾ നോക്കുക. എൻ്റെ എനിക്ക് ഇതിനകത്ത് ധാരാളം ടീച്ചേഴ്സ് ഉണ്ട്. അതിനകത്ത് എനിക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഒരു ടീച്ചറാണ്. എനിക്കെന്നല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ടച്ച് ഇല്ലാത്ത ഒരു ഇന്ത്യൻ മജീഷ്യനും ഒരു പക്ഷേ ഇന്ന് കാണത്തില്ല. സിജാം ജമ്മു എന്ന് വിളിപ്പേരുള്ള ജമ്മു സാർ, കോയമ്പത്തൂരുള്ള ജമ്മു സാർ. അദ്ദേഹം പറയും 2 തരത്തിൽ മാജിക് ചെയ്യാം. ഒന്ന്, മെക്കാനിക്കലായിട്ടുള്ള മാജിക്കുകളുണ്ട്. അതിനകത്ത് തെറ്റൊന്നുമില്ല, കുഴപ്പമില്ല. എല്ലാ മാജിക് ഈ പറഞ്ഞ പോലെ, കലേഷ് നേരത്തെ പറഞ്ഞ പോലെ ഓഡിയൻസിനെ സംബന്ധിച്ചോളം എൻ്റെ എഫക്റ്റും കാഴ്ചയ്ക്ക് കാണുന്നതുമാണ്. പക്ഷേ ഒരു പെർഫോം ചെയ്യുന്ന ആളുടെ സാറ്റിസ്ഫാക്ഷൻ വലിയൊരു കാര്യമാണ്. നമ്മൾ മെക്കാനിക്കലായിട്ടുള്ള സാധനം എടുത്ത് മാജിക് ചെയ്യാം. ചില മജീഷ്യൻസ് ഉണ്ട്, അവർ മെക്കാനിക്കലായിട്ടുള്ള സാധനത്തിൽ അവരുടേതായ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരും. കാരണം ഈ ഒരു സാധനം ഏതൊരു മാജിക്കിനും എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ലെവൽ വളരെ ഹൈ ആണ്. പെർഫോമറിൻ്റെ ഒരു സിഗ്നേച്ചർ അതിനകത്ത് വേണം എപ്പോഴും. ഒരാൾ ചെയ്യുന്നത് പോലെ മറ്റൊരാൾ ചെയ്യരുത്. എന്നുവെച്ചാൽ ഒരു മാജിക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ കാണാം. അപ്പോൾ അത്തരം കോൺട്രിബ്യൂഷൻസ് ധാരാളം കൊണ്ടുവരാൻ പറ്റുന്നത് മെക്കാനിക്കൽ ഇതിനേക്കാളും സ്ലൈറ്റ് ഓഫ് ആൻഡ് മാജിക് എന്ന് പറയുന്ന കൈയടക്കം പോലത്തെ വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മാജിക്കിനകത്താണ്. എടുത്തു പറഞ്ഞാൽ ഇതിനകത്ത് പലരും 2-3 കാറ്റഗറീസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ അധികം കണ്ടുവരുന്ന ഇല്യൂഷൻസ്, നമ്മൾ സ്റ്റേജിൽ കാണുന്ന വലിയ മാജിക്കുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന മാജിക്കുകൾ. വാസ്തവത്തിൽ മാജിക്കിൽ അങ്ങനെ വലുതൊന്നോ കലേഷ് നന്നായിട്ടറിയാം, ചെറുതൊന്നോ ഒന്നുമില്ല. എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഒരു മാനിപ്പുലേഷൻ ആക്ട് പഠിച്ചെടുക്കാനായിട്ട് ചിലപ്പോൾ വർഷങ്ങളുടെ സാധനം വേണ്ടി. തീർച്ചയായും ഒരു ഇല്യൂഷൻ ആക്ട് ഒരു ഡ്രാമ പോലെ നമുക്ക് സെറ്റ് ചെയ്ത് അവതരിപ്പിക്കാവുന്ന, അതിന് ഒരു ഡ്രാമ അതിനേക്കാൾ കൂടുതൽ, പക്ഷെ കുറച്ചുകൂടെ ഒരു നമുക്ക് പിന്നെ ഒരു അംഗചലനങ്ങൾക്ക് പ്രത്യേകത വേണം. അതൊക്കെയാണ് അതിനകത്ത് തിയേറ്റർ നല്ലൊരു ഇല്യൂഷൻ ആക്ട്. നല്ല ഇല്യൂഷൻ ആക്ട് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിനകത്ത് ഒത്തിരി മ്യൂസിക്കിന്റെ എലമെന്റ് ഉണ്ട്, തിയേറ്റർ എലമെന്റ്സ് വരുന്നുണ്ട്. ഒത്തിരി ഒരു മജീഷ്യൻ നല്ലൊരു ആക്ടർ ആയിരിക്കണം അവിടെ. പിന്നെ ഒത്തിരി കോർഡിനേഷൻ ഉണ്ട് ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു
കാരണവശാലും ഇത് എളുപ്പം ഇത് ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നും ഇല്ല മാജിക്കിനകത്ത്. ദേ ആർ ഓൾ ദ സെയിം. ഇപ്പം ഇല്യൂഷൻസ് ഒരു പക്ഷേ വലിയ ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത് എളുപ്പമാണെന്നൊന്നും പറയുന്നില്ല. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വലിയ ഡിഫിക്കൽട്ടിയാണ്. ഓരോ ഫാക്ടേഴ്സ് ആണ് ഓരോന്നിനകത്തും ഡിഫിക്കൽട്ടി ആയിട്ട് മാറുന്നത്. അതെ, നമ്മളിപ്പം മാനിപ്പുലേഷൻ ആക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സ്റ്റേജിൽ 5 മിനിറ്റ് നമ്മൾ കാണുന്ന ഒരു ആക്ടിന്റെ പിന്നിൽ ആ ആർട്ടിസ്റ്റ് സ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായിരിക്കും. ഫിസം ഒക്കെ എന്ന് പറയുന്നത് ഫിസം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മാജിക്കിന്റെ ഒളിമ്പിക്സ് ആണ്. അതിനകത്ത് ഒരു 6-7 മിനിറ്റ് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് അതിനകത്ത് ഫിസം പ്ലാറ്റ്ഫോമിൽ എത്തുക എന്ന് പറയുന്നതിന് വലിയൊരു ചാലഞ്ചാണ്. അതെ, അവിടെ ഒരു 7 മിനിറ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആർട്ടിസ്റ്റ് സ്പെൻഡ് ചെയ്യുന്നത് ഒരു ചുരുങ്ങിയത് ഒരു 6-7 വർഷത്തെ കഠിന പ്രയത്നം, വേറെ ഒന്നുമില്ല. ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ട് ഇത് മാത്രം ചെയ്യുന്ന ഒരാളാണ് ആ 7 മിനിറ്റിന്റെ അതിന്റെ സത്താണ്. അതെ, അതിന്റെ ഒരു കോൺസെൻട്രേറ്റഡ് സത്താണ് ആ 7 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കുറേ വർഷങ്ങളുടെ പ്രയത്നത്തിന്റെ ഒരു ബാലൻസ് ഒരു മറുവശത്ത് കാണുന്ന ഒരു 7 മിനിറ്റ്സ് ആണത്. അതെ, അത് വലിയൊരു കാര്യമാണ്. ഈ ശരിക്കും ഈ ക്ലോസപ്പ് മാജിക് എന്ന് പറയുന്ന കാറ്റഗറിയെ പറ്റിയിട്ട്, കാരണം ക്ലോസപ്പ് മാജിക് ഒരുപാട് ചെയ്യുന്ന ആളാണ്, ടേബിൾ ഹോപ്പിംഗ് മാജിക് ചെയ്യുന്ന ആളാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാറ്റഗറീസ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയും. ഓക്കെ, നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഇവിടെ പറയുന്ന ഇല്യൂഷൻസ് എന്ന് പറയുന്നത് വലിയ ബേസിക്കലി മാജിക്കിലെ എല്ലാം ഇല്യൂഷൻസ്, എല്ലാം ഇല്യൂഷൻസ്. നമ്മളൊരു റബ്ബർ ബാൻഡ് കൊണ്ട് ചെയ്യുന്ന മാജിക്കും ഇല്യൂഷനാണ്. ഒരു സ്ക്രീനെ 2-3 കഷ്ണമാക്കി മുറിക്കുന്നതും ഇല്യൂഷൻ തന്നെയാണ്. കാരണം അതിന്റെ പെർസെപ്ഷനാണ്, നമ്മുടെ കാഴ്ചയ്ക്ക് റിയാലിറ്റീനെ ചലഞ്ച് ചെയ്യുന്ന ഒരു പെർസെപ്ഷൻ വരുമ്പോൾ അത് ഇല്യൂഷനായിട്ട് മാറുന്നു. നമ്മൾ ഇതിനകത്ത് 3 കാറ്റഗറി പ്രധാനമായും പറയുന്നത്, ഒന്ന് ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഇല്യൂഷൻ എന്ന് പറയുന്ന ഒരു ലേഡീനെ 3ആയിട്ട് കട്ട് ചെയ്യുക, ഒരാളിനെ ചെറുതാക്കുക, ഇത്തരം സ്റ്റേജിൽ ചെയ്യുന്ന ഒരു ബിഗർ പ്രോപ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന മാജിക്. പിന്നെ സ്റ്റാൻഡപ്പ് ആക്ട്, 1 മാൻ സ്റ്റാൻഡപ്പ് ആക്ട്, പലതും ക്യാബററ്റ് ആക്ട് ആണ്. വിദേശ രാജ്യങ്ങളിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള, കാരണം അത് പലപ്പോഴും ഒരു മിക്സ് ഓഫ് സ്റ്റാൻഡപ്പ് കോമഡി പല രീതിയിൽ ചെയ്യാറുണ്ട്. അതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു 1 മാൻ ഷോ ആയിരിക്കും, ചിലപ്പോൾ ഒരു അസിസ്റ്റന്റ് കാണും. പിന്നെ ചെയ്യുന്നത് ക്ലോസപ്പ് മാജിക് എന്ന് പറയുന്ന ഇന്റിമേറ്റ് മാജിക്. അതിനകത്ത് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 അസിസ്റ്റൻസ് കാണും, എന്ന് വെച്ചാൽ 10 പേര്. അതിനകത്ത് പ്രോപ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ കൂടുതലും ഒരു ഡെക്ക് ഓഫ് കാർഡ്സ്, കോയിൻസ്, റബ്ബർ ബാൻഡ്സ്, പിന്നെ ഇന്നത് എന്നില്ല, എന്ത് കിട്ടിയാലും ഒരുപക്ഷെ പ്രേക്ഷകന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന വാച്ച്, അവരുടെ മോതിരം, അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന പേന, ഇതൊക്കെ മാജിക്കിന്റെ ഉപകരണങ്ങളായിട്ട് മാറുന്നതായിട്ട് കാണാം. അതിനകത്തുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മാജിക്കിന്റെ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല അതിനകത്ത്. പൈസ കൊടുത്ത് വാങ്ങേണ്ട സാധനമൊന്നുമില്ല. പക്ഷെ ഒത്തിരി ബുദ്ധിമുട്ടണം, കാരണം നമ്മുടെ കൈക്ക് വഴങ്ങി വരണം മാജിക്. വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് അസറ്റ് ആണ്. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലോസപ്പ് മാജിക് കാണിക്കുക, ഒരു കോയിൻ കൊണ്ടോ എന്തെങ്കിലും ഒരു കൈയടക്കത്തിന്റെ മാജിക് ഏതൊക്കെ? ഉറപ്പായി, സന്തോഷത്തോടെ. പാറു ആൻഡ് അഞ്ജു, അടുത്ത മാജിക് റെഡിയാണോ? ഓക്കെ, ഇപ്രാവശ്യം ഒരു മോതിരം കൊണ്ടൊരു മാജിക്കാണ് കേട്ടോ, മാജിക് വിത്ത് റിംഗ്. ഈ റിംഗ് അല്ല, വി ലൂസ് അനദർ വൺ. ഇത് ഇച്ചിരി മാജിക്കൽ റിംഗ് ആണ്, പക്ഷെ ഇതിനേക്കാളും കുറച്ച് പ്രശ്നക്കാരനായ റിംഗ് ഉണ്ട്. സി റൈറ്റ് ഹിയർ. ഇയാൾ കുറച്ച് പ്രശ്നക്കാരനാണ്, അതുകൊണ്ട് അങ്ങനെ എപ്പോഴും എന്നെ ഒന്ന് പൂട്ടി വെച്ചേക്കുന്നത്. ഓക്കെ, ഇതിൽ ഒരു സ്ട്രിങ് ഉണ്ട്, ഒരു റിംഗ് ഉണ്ട്. ഓക്കെ, ഒന്ന് പിടിച്ചേ, ഒരു ഉണ്ട് ആ റിംഗ് ഒന്ന് പിടിച്ചോ, സ്ട്രിങ് ഒന്ന് പിടിച്ചോ, ഒന്ന് വലിച്ചു നോക്കിയാ. അതില്ല, പുറത്ത് വരുന്നുണ്ടോ? ഇല്ലല്ലോ, ടൈറ്റ്, സ്ട്രോങ്, സെക്യൂർ. ഓക്കെ, ഒരു കാര്യം ചെയ്യപ്പാടും വരും. ലീവ്. നിങ്ങൾ രണ്ടുപേരും ചെയ്യേണ്ടത്, ഇപ്പം ശരിക്കും മോതിരം ഉള്ളത് സ്ട്രിങ്ങിന്റെ നടുവിലാണ് അല്ലേ? ഒരു കണ്ണ് എപ്പോഴും ഈ മോതിരത്തിൽ വേണം, ഒരു കണ്ണ് എപ്പോഴും ഈ 2 എൻഡിൽ വേണം, ഒരു കണ്ണ് എപ്പോഴും എൻഡിൽ വേണം. പറ്റുമോ? ബുദ്ധിമുട്ടാവുമോ? ഒരു കാര്യം ചെയ്യും, 5 ഇത് പിടിച്ചോ, 2 എൻഡ് പിടിച്ചോ. ഇപ്പോൾ 2 എൻഡ് അഞ്ജുവിൻ്റെ കയ്യിലുണ്ട്, റിങ്ങിനകത്തുണ്ട്. ഒരു കാരണവശാലും കണ്ടെടുക്കരുത്. വാച്ച് ക്ലോസ്ലി. റെഡി? വൺ സ്നാപ്പ്. എന്ത് പറ്റുമെന്ന് വെച്ചാൽ കംസ് റൈറ്റ് ത്രൂ. ആ സ്ട്രിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇത് പിടിച്ചോ, റിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. സാറോ അതിൽ എന്തെങ്കിലും ഹോൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യം ചെയ്യും, ചെക്ക് ചെയ്തു. ആ ഇടതുവശത്തുള്ള ബട്ടൺ പ്രസ് ചെയ്യരുതേ. ജസ്റ്റ് കിഡിങ്, അതിനകത്ത് ബട്ടൺ ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യും, ഒന്ന് റെക്റ്റ് ചെയ്യാം. ഓക്കെ, ഗിവ് മി ദ റിംഗ്. വാച്ച്. നമുക്ക് ഒന്നും കൂടി സ്ട്രിങ്ങിനകത്ത് നിന്ന് കോർക്കാം. ഓക്കെ, ഇപ്രാവശ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഫോർ എ ചേഞ്ച് യു ഗിവ് മി ഹാൻഡ്. 2 എൻഡും ഇതിനകത്ത് വെച്ചു, കയ്യിൽ വെച്ചോളൂ. 2 എൻഡും കൂടി കയ്യിൽ വെച്ചോളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ യു ഹാവ് ദ എൻഡ്സ്. നമ്മൾ റിംഗ് വന്നിട്ട് ശരിക്കും സ്ട്രിങ്ങിനകത്തൂടെ പോകുന്നുണ്ട്. റൈറ്റ്? ആൻഡ് മുറുകെ പിടിക്കുക, വിടരുത്. റെഡി? 3, 2 and 1. ഔട്ട് അഗൈൻ. ടാ. എനി ക്വസ്റ്റ്യൻസ്? എങ്ങനെയാ? ഒരു സീക്രട്ട് പറഞ്ഞു തന്നാൽ സൂക്ഷിക്കാൻ അറിയാമോ? എനിക്ക് പറയാം, ഞാൻ പറയില്ല, വെറുതെ പറഞ്ഞു കേട്ടോ. പറഞ്ഞുതരാം, സിമ്പിൾ. ഇത് എവിടെയെങ്കിലും റിങ്ങും സ്ട്രിങ്ങും കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.
എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റിംഗ് ഉണ്ട്, സ്ട്രിങ് ഉണ്ട് അല്ലേ. ഇതിൽ ഒരു എൻഡ് ഇങ്ങനെ ഇതിനകത്ത് ഇടുന്നത് കണ്ടു അല്ലേ. ഇതെല്ലാവരും കാണുന്ന പാർട്ടാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സൂത്രത്തിൽ ചെയ്യേണ്ട കാര്യം, ഈ 3 വിരൽ വെച്ചിട്ട് ഇനി ഫ്രണ്ടിൽ മറയ്ക്കും. ഈ മറവിൽ രണ്ടാമത്തെ എൻഡും കൂടി ഇതിനകത്തിടും. പക്ഷേ ഈ രണ്ടാമത്തെ എൻഡ് ഇടുന്ന പുറത്ത് കാണരുത്, കാരണം 3 വിരലിലെ മറവ് കറക്റ്റായിട്ട് വേണം, അപ്പം അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഈ 2 എൻഡ് ഒരുപോലെ ആക്കി, എന്നിട്ട് പാറിൻ്റെ കയ്യിൽ ഞാൻ ഇത് 2 പിടിക്കാൻ പറഞ്ഞു അല്ലേ. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ശരിക്കും ഇതാണ് എൻ്റെ വ്യൂ എന്ന് പറയുന്നത്. എന്താ ശരിക്കും ഇതിപ്പം പുറത്താണ്, ഇത് വലിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് വരും അല്ലേ. അത് വെറുതെ തോന്നലാണ്, ശരിക്കും അത് അകത്തോട്ടേ പോകത്തുള്ളൂ. എന്ത് വിചാരിച്ചാ ശരിക്കും പറഞ്ഞു തരുമെന്ന് വിചാരിച്ചാ? ഇല്ല, ഏത് റിംഗും പറ്റും. ഇഫ് യു ഹാവ് എ റിംഗ് ഐ ക്യാൻ ഡു ദാറ്റ്. ഇറ്റ്സ് ഓക്കെ, മേബി നെക്സ്റ്റ് ടൈം. ഒരു കാര്യം ചെയ്യാം കേട്ടോ. ഇതിൽ ഈ വക ചോദ്യം സംശയമുള്ളതെന്ന് അറിയോ? ചിലർ വിചാരിക്കുന്നത് എന്തെങ്കിലും റിങ്ങിന് എന്തെങ്കിലും ട്രിക്ക് ഉണ്ട്, ഇത് വെറുതെ പിടിച്ച് പുറത്ത് ഇങ്ങനെ വലിച്ചാൽ വരും എന്നുള്ളത്. അങ്ങനെ വലിച്ചാലൊന്നും വരില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ. പക്ഷേ ഇത് ഒന്ന് മെല്ലെ സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ പിടിച്ച് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് കംസ് റൈറ്റ് ഔട്ട് ലൈക്ക് ദാറ്റ്. വാച്ച് വൺ മോർ ടൈം. 3, 2 and 1 goes back. Ta-da. Go on, check it. നോക്കിക്കോ. Everything fine? Okay. ഒരു കാര്യം ചെയ്യും, ഫോർ ദ ഫിനാലെ റിംഗ് സ്ട്രിങ്ങിനകത്തുണ്ടല്ലേ. ഒരു കാര്യം ചെയ്യാം, വി ലീവ് ഇറ്റ് ഓൺ ദ പാം ലൈക്ക് ദിസ്. ഇത് നേരെ കയ്യിൽ വെച്ചു. ഒന്ന് സെക്യൂർ ആക്കാനായിട്ട് ഒന്നിനെ മുറുകെ പിടിക്കാം. ഓക്കെ, ഇത് ഒന്നും കൂടെ സേഫ് ആക്കാനായിട്ട് ഓരോ എൻഡായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തു. മീൻ ഹോൾഡ് ലൈക്ക് ദിസ്. ഒന്നും കൂടി സേഫർ ആക്കാൻ 2 എൻഡും പിടിച്ചോളൂ. ഹോൾഡ് ഇറ്റ് ടൈറ്റ്ലി. വാച്ച് 3, 2 and 1. സിമ്പിൾ, ഇറ്റ് ഔട്ട്. സീ, ഗുഡ്. ഒരു ചോദ്യമുള്ളത്, അത് പുറത്ത് വന്ന് ഫീൽ ചെയ്തോ? രണ്ടാമത്തെ ചോദ്യമുള്ളത്, അത് ഇവിടെ നിന്ന് പോയത് കണ്ടോ? ഇല്ല. മൂന്നാമത്തെ ചോദ്യം, അത് ഇവിടെ വന്നത് കണ്ടോ? And that was a little mystery of the ring and the string. Thank you so much. Thank you. മാജിക്കിൽ വന്നതിന് ശേഷം ഒരുപാട് മാന്ത്രികരുടെ ഒരു സൗഹൃദം, ഒരുപാട് സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതെ. ഒരുപാട് ഫോറിൻ മജീഷ്യൻസുമായിട്ട്, ഒരുപാട് കൺവെൻഷൻസിൽ ഫോറിൻ മജീഷ്യൻസുമായിട്ട് ഒരുപാട് ഇൻട്രാക്ഷൻസ്, അവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ എടുത്തു. പിന്നെ ഒരു എക്സ്പീരിയൻസിനെ പറ്റി ഒന്ന് പറയൂ. ഒരുപാട് മജീഷ്യന്മാരുടെ സൗഹൃദം ഉണ്ടല്ലോ. അത് വലിയൊരു ഗുണമായി. കാരണം ഈ ഒരു എന്താ പറയുക, ഈ ഗുരുക്കളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്കറിയില്ല എനിക്ക് എത്ര ഗുരുക്കന്മാരുണ്ടെന്ന്. അത്രയധികം ഗുരുക്കന്മാരുണ്ട്, കൊച്ചു കുട്ടികളടക്കമുണ്ട്. കാരണം നമ്മളെപ്പോഴും വിചാരിക്കുന്നത് കുറച്ച് കഴിയുമ്പം ഈ എപ്പോഴും ഒരു ചൈനീസ് പഴമൊഴി ഉണ്ടല്ലോ, ട്രീറ്റ് യുവർ ലൈഫ് ലൈക്ക് ഹാഫ് എംപ്റ്റി ഹാഫ് ഫിൽഡ് ഗ്ലാസ് എന്ന് പറയും. പകുതി മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്ലാസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നത്. കാരണം അതിനകത്ത് പിന്നെയും ധാരാളം വെള്ളം ഒഴിക്കാനുള്ള ഒരു അവസരം കിട്ടും. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് എത്രയെങ്കിലും ഡിഫറെൻ്റ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാജിക് പഠിക്കാൻ കഴിഞ്ഞാൽ അതിനകത്ത് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് കിട്ടും നമുക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഇവരുടെ ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യുന്നതിന് അപ്പുറത്ത് ഇവരുടെ മാജിക്കിൻ്റെ അപ്രോച്ചാണ്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് പ്രിയപ്പെട്ട മജീഷ്യനിൽ ഒരാളാണ് ഡേവിഡ് വില്യംസൺ എന്ന് പറയുന്ന ഒരു മജീഷ്യനുണ്ട്. അദ്ദേഹം സത്യം പറഞ്ഞാൽ ഈ എന്താ പറയുക, ഒരു പക്ഷേ നമ്മുടെ നാട്ടിലാരും കേട്ടിട്ടുണ്ടാവില്ല. കാരണം ഡേവിഡ് കോപ്പർഫീൽഡിനെ പോലെ ഡേവിഡ് ബ്ലെയിനെ പോലെ ഒന്നും പോപ്പുലർ ഒന്നുമല്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ഹാർട്ടഡ് ഒരു മജീഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ മാജിക് കാണുമ്പോൾ നമുക്ക് ചിരിക്കാതെ കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കോമഡി അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് ആൾക്കാരെ ഭയങ്കര രസിപ്പിച്ചുകൊണ്ട് മാജിക് ചെയ്യാൻ വളരെയധികം കഴിവുള്ളൊരു മനുഷ്യനാണ് ഡേവിഡ് വില്യംസൺ. അതുപോലെ അടുത്ത കാലത്ത് മരിച്ചുപോയ പോൾ ഡാനിയൽ, ഇംഗ്ലണ്ടിലെ ഏറ്റവും പോപ്പുലറായിരുന്ന, ലോകത്തെ ഏറ്റവും പോപ്പുലറായിരുന്ന മജീഷ്യൻസിൻ്റെ ഒരാൾ ഇംഗ്ലണ്ടിലെ പോൾ ഡാനിയൽ. അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചു. അപ്പോൾ ഇത്തരം ധാരാളം ആൾക്കാരുടെ മാജിക് സ്റ്റൈൽസ് കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം നമ്മൾ ഇത് കണ്ടില്ലെങ്കിൽ കലേഷിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന 1-2 മജീഷ്യൻസിൻ്റെ സ്റ്റൈൽ നമ്മളത് ഫോളോ ചെയ്യും. ബിഗിനിങ്ങിൽ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. നമ്മളെ മാജിക് ആരാണ് പഠിപ്പിച്ചതോ അവരുടെ ശൈലി അതേപടി അഡോപ്റ്റ് ചെയ്തു ഒരുതരം മിററിങ് സംഭവിക്കും. ഒരു സ്വന്തമായിട്ടൊരു ശൈലി ഉള്ളിൽ നിന്നും ഇവോൾവ് ചെയ്ത് വരാനായിട്ട് ചിലപ്പോൾ കൊല്ലങ്ങളെടുക്കും. ശ്രദ്ധിച്ചാൽ അത് നേരത്തെ സംഭവിക്കും. ശ്രദ്ധയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മാറില്ല, നമ്മൾ മറ്റൊരാളായിട്ട് സ്റ്റേജിൽ എന്താ പറയുക പ്രതികരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ധാരാളം മജീഷ്യൻസിൻ്റെ പെർഫോമൻസ് കാണുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ധാരാളം ഇൻസൈറ്റ് കിട്ടും. ആ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ മാജിക്കിൻ്റെ രഹസ്യമല്ല, അവർ മാജിക്കിനെ കാണുന്ന രീതിയാണ്. അത് വലിയൊരു ഇൻസൈറ്റാണ്. ഒരുപക്ഷെ ഇത്തരം ധാരാളം ഇന്റർനാഷണൽ മജീഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഒരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അപ്രോച്ച് പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ് മാജിക്കിനോടുള്ള ഇവരുടെ ഒരു സമീപനം.
ഇപ്പോൾ എത്ര രാജ്യങ്ങളിൽ മാജിക്കുമായിട്ട് ഉദ്ദേശം എത്ര രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടാവും? അങ്ങനെ ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഒരു 25-നുള്ളിൽ ഏകദേശം 20-25 രാജ്യങ്ങളിൽ അടുപ്പിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും യാത്ര ചെയ്യുന്നു. അത് വലിയൊരു എനിക്ക് മറ്റൊരു ആർട്ടിലോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ, അല്ലെങ്കിൽ ബിസിനസ്സിലോട്ട് പോയിരുന്നെങ്കിൽ പോലും, ഒരു വളരെ പ്രസിദ്ധനായ ഒരു ഗ്യാരി ഔലെ എന്ന് പറഞ്ഞിട്ടൊരു മജീഷ്യൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിന്റെ വരി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഒരു പക്ഷേ നിങ്ങൾ മജീഷ്യൻ ആണെങ്കിൽ നിങ്ങൾ മില്യണർ ഒന്നും ആകില്ല, കോടീശ്വരൊന്നും ആവില്ല, പക്ഷെ ഒരു കോടീശ്വരനെ പോലെ ജീവിക്കാൻ കഴിയും പറഞ്ഞിട്ട്. ആൻഡ് അതിൽ വലിയൊരു ഫാക്ടർ ട്രാവലാണ്. ഐ ലവ് ട്രാവലിംഗ്. എനിക്ക് ധാരാളം യാത്ര ചെയ്യാനും ധാരാളം ആൾക്കാരെ പരിചയപ്പെടാനും അവരുടെ കൾച്ചർ കാണാനും ഫുഡ് ഹാബിറ്റ്സ് സ്പെഷ്യലി ട്രൈ ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇതിന് മാജിക് വലിയൊരു എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മാജിക് വഴി കിട്ടുന്നത്. ധാരാളം യാത്ര ചെയ്തു, ഇനിയും ചെയ്യണം, ധാരാളം യാത്ര ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ഒരുമിച്ച് കുറേ രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. സുഡാൻ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു, ഗൾഫ് കൺട്രീസ് കുറേ യാത്ര ചെയ്തു. പിന്നെ നമ്മൾ ഒരുമിച്ചുള്ള ഷോയും ഇപ്പോൾ ചെയ്തു വരികയാണ്. അപ്പോൾ എനിക്കും ഒരു ഭാഗ്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, മൂർത്തി സാറിനോടൊപ്പം കുറേ സ്റ്റേജുകൾ ചെയ്യാനുള്ള, എൻ്റെ ഗുരുനാഥനോടൊപ്പം ഞാനും പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആദ്യമൊക്കെ മൂർത്തി സാറിനോട് പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. പിന്നെ വീട്ടില് ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, ഐ ലാസ്റ്റ് ഹിം 2005 അച്ഛൻ മരിച്ചു. വീട്ടില് അമ്മ, വൈഫ്, മോള്. മോനിപ്പോ 10 കഴിഞ്ഞു, SSLC കഴിഞ്ഞ് നിൽക്കുന്നു. മാനവ്യ, മോള് മാനവ്യ. വൈഫിന്റെ പേര് രാജി. ഒരുപാട് സന്തോഷമുണ്ട് മൂർത്തി സാർ നമ്മളോടൊപ്പം ഒരുപാട് സമയം. മൂർത്തി സാറിന്റെ മാജിക് ഇതിന്റെ തുടക്കം മുതൽ തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഓരോ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്ന സമയത്ത് ഒറ്റപ്പാലത്തും ഒക്കെ സാറ് കൂടെ ഉണ്ടായിരുന്നു. കഴിയുന്നിടത്തോളം ആ സമയം നമ്മളോടൊപ്പം ചെലവഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം കലേഷ്. കാരണം മാജിക് ഭയങ്കര ഇഷ്ടമാണ്, യാത്ര ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത്, പിന്നെ അതിന് കൂടെ കലേഷും കൂടി ഉണ്ടെങ്കിൽ, ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാതെ കമ്പനിയുമായി വളരെ സന്തോഷം. താങ്ക് യു സർ. താങ്ക് യു.